الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر، هو الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. حسبنا الله ونعم الوكيل، ونعم المولى ونعم النصير. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا، إنك أنت العليم الحكيم. قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. أيها الإخوان والأخوات، أوصيكم بتقوى الله. പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കണമേ എന്ന് എന്നോടും മസ്ജിദിൽ വന്ന് ചേർന്നിട്ടുള്ള ഓരോ വിശ്വാസിയോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുക. നല്ല മഴയാണ്, അൽഹംദുലില്ലാഹ്. മഴ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. മഴയെപ്പറ്റി ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ അടിക്കടി പറഞ്ഞിട്ടുണ്ട്. മഴ ഉണ്ടാവുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഴയില്ലെങ്കിൽ നമ്മളില്ല. ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് വന്നവരാണ്, വെള്ളം കുടിച്ചും ചായ കുടിച്ചും ഒക്കെ വന്നിട്ടുള്ളവരാണ്. ഈ ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ വെള്ളം നമുക്ക് അള്ളാഹ് തന്നിട്ടില്ലെങ്കിൽ ആരാണ് തരിക? ഒരു തുള്ളി വെള്ളം മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ല, അള്ളാഹു തന്നെ തരണം. മഴ വരുന്നതിനെ പറ്റി ശാസ്ത്രീയമായ പഠനം നടത്തിയ സയൻസ് പറയുന്നത്, കടലിൽ നിന്ന് വെള്ളം ആവിയായി നീരാവിയായി ആകാശത്തേക്ക് വരുന്നു, മഴ മേഘങ്ങളുണ്ടാകണം. അതിങ്ങനെ കാറ്റ് വഹിച്ച് കൊണ്ടുവന്ന് ബീച്ചിൽ നിന്ന് കടപ്പുറത്ത് നിന്ന് അതിങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് മഴ ഇങ്ങനെ വരുന്നത്, നമ്മൾ ബീച്ചിൽ പോയിരുന്നാൽ കാണുന്നൊരു കാഴ്ചയുണ്ട്, മേഘം ഇങ്ങനെ ഇരുണ്ടുകൂടി ഇങ്ങനെ വരുന്നത്. ഇത് അള്ളാഹു കൊണ്ടുവരുന്നതാണ്. ഇത് മനുഷ്യന് സാധിക്കൂല, ഇത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. കടലിലെ വെള്ളമെടുത്ത് നമ്മളൊന്ന് വായിൽ വെച്ച് അപ്പം തന്നെ പുറത്തേക്ക് തുപ്പിക്കളയും, കാരണം അത്രക്ക് പുളിയാണ്. ഈ പുളി വെള്ളം ഇത്ര ശുദ്ധിയുള്ള മഴവെള്ളമാക്കിയിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്. ഒരു പക്ഷേ ഈ ഭാഗത്തൊക്കെ കിണർ കുഴിച്ചാൽ തന്നെ പലപ്പോഴും പല സ്ഥലത്തും ഈ പുളിവെള്ളമാണ് കിട്ടുക. എന്നാൽ ശുദ്ധജലമാണ് അള്ളാഹു മഴയായിട്ട് വർഷിപ്പിച്ച്. ഈ വെള്ളത്തിട്ട് വേണം കിണറ്റിൽ നമുക്ക് വെള്ളം കിട്ടാൻ. അള്ളാഹിൻ്റെ ഭൂമി, അള്ളാഹിൻ്റെ ആകാശം, അള്ളാഹിൻ്റെ കടൽ, ആ ആകാശത്തുനിന്ന് വരുന്ന മഴത്തുള്ളിയിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ചായ എടുത്ത് ചുണ്ടോട് ചേർക്കുമ്പോൾ
ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ചുണ്ടോട് ചേർക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് കാര്യമായ തകരാറുണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്ന അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ല എന്നാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു വെള്ളം അല്ലെങ്കിൽ എന്താവട്ടെ, നമ്മൾ വായിലേക്ക് വെക്കുന്ന എന്ത് ഭക്ഷണം, ചോറാവട്ടെ വേറെ എന്താവട്ടെ, ആ തിന്നുന്നതിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്താണ് മഴ. മഴയും ആകാശവും ഈ ഭൂമിയും ഇത് വലിയ വിശാലമായ ഭൂമിയാണ്. ഒരു പക്ഷേ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഈ ഭൂമി മുഴുവൻ കണ്ടു തീർക്കാൻ കഴിയില്ല. അതൊരാൾ അങ്ങനെ ജീവിതത്തിൽ തീരുമാനം എടുത്താലും അങ്ങനെ സാധിക്കൂല. അത്രക്കും വിശാലമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഒരാൾ യാത്ര ചെയ്യാൻ തന്നെ മാറ്റിവെച്ചാലും ഈ ഭൂമി മുഴുവൻ കണ്ടു തീർക്കാൻ സാധ്യമല്ലാത്ത വിധം പരന്നു കിടക്കുന്നതാണ് ഭൂമി. ഇന്ന് ലോകത്ത് 800 കോടിയിലധികം ജനങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ 10 ഇരട്ടിക്കും ജീവിക്കാൻ സൗകര്യമുള്ള ഭൂമിയാണത്. പക്ഷേ ഒരു സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ നമുക്ക് ലഭിച്ച രാജ്യത്തിന് ലഭിച്ച സന്തോഷവും സ്വാതന്ത്ര്യമൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ സന്തോഷത്തോടെ നമ്മൾ പറയുമ്പോഴും ലോകത്തിൻ്റെ പല നാടുകളിലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അല്ല ഫ്രീ ആയിട്ട് മനുഷ്യന് തന്ന ഭൂമിയാണിത്. ഓരോ രാജ്യം ബൗണ്ടറി കെട്ടിയിട്ട് ഇത് ഞങ്ങളുടെ അതിര്, ഇത് നിങ്ങളുടെ അതിര്, എന്നിട്ട് അതിര് തർക്കങ്ങൾ, അങ്ങനെയൊക്കെ അല്ല ഫ്രീ ആയി തന്ന ഭൂമിയെ മനുഷ്യനെ അല്ല സ്വതന്ത്രനായിട്ട് സൃഷ്ടിച്ചതാണ്. നമ്മളൊക്കെ ഫ്രീ ആണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരു ആബിദ്, വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യേണ്ട കാര്യമില്ല. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട കാര്യമില്ല. അള്ളാഹു എന്നത് ഖാലിഖാണ്, നമ്മുടെ സൃഷ്ടാവാണ്. നമ്മുടെ സൃഷ്ടാവായ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, റബ്ബിനോട് തേടുന്ന, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി വേറെ ഒരു ഖൽഖിൻ്റെ മുമ്പിലും പോയിട്ട് സുജൂദ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. നമ്മൾ സർവ്വസ്വതന്ത്രരാണ്. മലക്കുകൾക്ക് പോലെ ഈ സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിട്ടില്ല. അവർക്ക് മലക്കുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളത് എന്താണോ പറഞ്ഞത് അത് ചെയ്യാം. കോഴിക്കോട്ട് ഈ ഭാഗത്തുള്ള ഒരാളെ മൗത്തെടുക്കണമെന്ന് മലക്കുൽ മൗത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി 10 മണിയാണെങ്കിൽ അത് വന്ന് എടുത്തിരിക്കും. പിന്നെ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇല്ല. അത് മലക്കിനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്, മലക്കത് ചെയ്യും. മനുഷ്യൻ അങ്ങനെയല്ല. നമുക്ക് സ്വതന്ത്രമുണ്ട്. നമുക്ക് എന്തും ആവാം. നമുക്ക് മുസ്ലിമായി ജീവിക്കാം, മുസ്ലിം അല്ലാതെ ജീവിക്കാം, നിസ്കരിക്കാതിരിക്കാം, നോമ്പ് നോൽക്കാതിരിക്കാം. നമുക്ക് സർവ്വ സ്വതന്ത്രരായിട്ട് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചതാണ്. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ആയത്താണിത്. മലയാളം പറയാൻ തന്നെ ഒരു പക്ഷെ മനസ്സിലാവും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മൗത്തും ഹയാത്തും, ഈ ജീവിതം അള്ളാഹ് ഉണ്ടാക്കിയത് എന്തിനാ എന്ന് അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ ഖുർആൻ അതിൻ്റെ മറുപടി പറയാണ്. ഈ ജീവിതവും ഈ മരണവും അള്ളാഹ് ഉണ്ടാക്കിയിട്ടുള്ളത് ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അഹ്സനായിട്ട് അമൽ ചെയ്യുന്നത് ആരാണെന്നാണ്. അമൽ ആരാണ് നല്ലത് ചെയ്യുന്നത് നോക്കാനാണ്. നമ്മളൊക്കെ അമൽ ചെയ്യുന്നതാണ്. രാവിലെ എണീറ്റ് മുതൽ ഉറങ്ങുന്നത് വരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, യാത്രകൾ ചെയ്യുന്നുണ്ട്, പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും അഹ്സനായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ആരാണ് എന്നാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അപ്പോൾ അമലാണ് പ്രധാനം. അമൽ എന്ന വാക്ക് അറിയാത്തവരും അതിൻ്റെ അറബി ഭാഷയുടെ മലയാളം അറിയാത്തവരും ഉണ്ടാവില്ല. നമ്മളൊക്കെ അമൽ ചെയ്യുന്നവരാണ്. അഹ്സനു അമൽ, ഹസൻ എന്നല്ല പറഞ്ഞത്, അഹ്സൻ, ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നതാരാണ് എന്ന് പരീക്ഷിക്കാനാണ് ഈ ഭൂമിയിലെ ജീവിതം. നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞു പോയി, ഇല്ലേ? കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞു പോയി. ചിലരൊക്കെ ഇപ്പോൾ നല്ല പരീക്ഷണത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഞാൻ എന്ത് പരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന്. ചിലർക്ക് സാമ്പത്തികമായിരിക്കും, കടമായിരിക്കും, കടം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അതായിരിക്കും പ്രാർത്ഥിക്കാനുണ്ടാവുക. സ്വലാത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹിലേക്ക് കഴി നിർത്തിയിട്ട് പടച്ചോനെ ഇത് കടമൊന്ന് വെട്ടിത്തരണേ, ഇതാണ് ഒരാളുടെ വിഷമം. മറ്റൊരാളുടെ പ്രശ്നം അതല്ല. മറ്റൊരാളുടെ പ്രശ്നം കുടുംബ പ്രശ്നമാണ്. ഭാര്യയുമായിട്ട് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് നല്ല രീതിയിലല്ല, അല്ലെ മക്കളുമായിട്ട് നല്ല സുഖത്തിലല്ല, അതിര് തർക്കമാണ്, പ്രശ്നമാണ്. അതാണ് വേറൊരാളുടെ പ്രശ്നം. ഇനി വേറൊരാൾക്ക് അതൊന്നുമല്ല, ഇതൊക്കെ സേഫാണ്, നല്ല ഭാര്യ, നല്ല കുടുംബം, നല്ല മക്കളൊക്കെ റാഹത്താണ്, സമ്പത്തും ഉണ്ട്. പക്ഷെ പ്രശ്നം അതല്ല, പ്രശ്നം ബിസിനസ്സാണ്. ബിസിനസ്സിലാകെ പൊളിയാൻ പോവാണ്. അത് ഓരോരുത്തരുടെ പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവില്ല. കാരണം അള്ളാഹ് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല പ്രശ്നം, ചിലർക്ക് ശരീരത്തിന് അസുഖങ്ങളാണ്, അടിക്കടി അസുഖങ്ങൾ, ആശുപത്രിയിൽ കയറാത്ത മാസങ്ങളില്ല, കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ
പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാൻ്റെ ഒരു തർത്തീബാണ്. ജീവിതത്തിൽ അത് അള്ളാഹ് തന്നുകൊണ്ടിരിക്കുമ്പോൾ 2 കൈയും നീട്ടി അത് സ്വീകരിക്കാൻ മാത്രമേ എനിക്കും നിങ്ങൾക്കും സാധിക്കുള്ളൂ. അത് അള്ളാഹു ഈ ഭൂമിയിൽ അതിനെ വിട്ടത്. ഇവിടെ പരീക്ഷണമാണ്. അപ്പോൾ ആ ഫിത്ന, പരീക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണം നമ്മളെങ്ങനെ അതിൽ ജയിക്കുന്നു, അതാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. നമ്മളെങ്ങനെ അതിനെ തരണം ചെയ്യുന്നു. നിങ്ങൾക്ക് തരുന്ന ബുദ്ധിമുട്ടുകളെ, ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങളെങ്ങനെ സോൾവ് ചെയ്യുന്നു, എങ്ങനെയാണ് അതിനെ പരിഹരിക്കുന്നത്, നിങ്ങൾ മനസ്സ് വിട്ട് പോകുന്നുണ്ടോ, നിങ്ങളതിനെ അള്ളാഹുവിലേക്ക് തന്നെ മടക്കുന്നുണ്ടോ, ഇതാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. അപ്പോൾ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, ഈ ജീവിതം പരീക്ഷിക്കാനാണ്. നമ്മൾ അള്ളാഹ് പരീക്ഷിക്കാണ്, ടെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പരീക്ഷണങ്ങൾ അടിക്കടി തരുന്നത് ആർക്കാണ് അള്ളാഹ് പരീക്ഷണം തരിക? അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക്. അള്ളാഹുമായിട്ട് നമ്മൾ അടുത്ത് തുടങ്ങിയാൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ കൂടും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആരാ? അള്ളാഹുവിൻ്റെ സുഹൃത്ത് എന്നാണ് ഖലീലുല്ലാ എന്ന് പറഞ്ഞത്. പ്രവാചകന്മാരിൽ വളരെ പദവിയുള്ള ഖലീലുള്ള, എൻ്റെ സുഹൃത്ത് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഇത്രയും പ്രിയപ്പെട്ടവനായിട്ടുള്ള എന്നിട്ട് ഖലീലുള്ള എന്തൊക്കെ പരീക്ഷണങ്ങൾ നമ്മൾ അറിയാം. എന്തൊക്കെ സ്വന്തം നാട് വിട്ടു, ഉപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്തൊക്കെ പരീക്ഷണങ്ങൾ. ആ ജീവിതത്തിൽ ഇത്രമേൽ പരീക്ഷണങ്ങൾ അള്ളാഹ് കൊടുക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം തന്നെ എടുത്തു നോക്കുക. മാതാവിൽ ഒരു പ്രവാചകൻ ജനിക്കുമ്പോൾ ഉമ്മയില്ലാതെ ജനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഉമ്മയില്ല, ഉപ്പയില്ല, ഈ പൂർണ്ണ യത്തീമായിട്ട്. ഇതിൻ്റെ കാര്യമുണ്ട്. അള്ളാഹു റഹ്മാനാണ്, പക്ഷെ അതിലൊക്കെ ചില ഹിക്മത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ തന്നെ വളർത്തേണ്ടതിൻ്റെ ആവശ്യം. മക്കൾ മരിച്ചു പോവുക, പ്രവാചകനാണ്. ആലോചിച്ച് നോക്കൂ. ഷേബ് അബീ താലിബ് 3 കൊല്ലം ഉപരോധം, പച്ച ഇലകൾ തിന്ന് ജീവിക്കേണ്ടി വരിക. ഈ ഉപരോധം എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഗസയിലും ഫലസ്തീനിലും നമ്മൾ കാണുന്ന ഉപരോധം നമ്മൾ ആലോചിച്ച് നോക്കും. അവരെന്തുമാത്രം ഭക്ഷണമില്ല, വെള്ളം കുടിക്കാൻ വെള്ളമില്ലാതെ നമ്മളിവിടെ സുഭിക്ഷമായി. നമുക്കിവിടെ എന്താ പ്രശ്നം? നമുക്കിവിടെ പ്രശ്നമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. നമുക്കിവിടെ ഭക്ഷണത്തിന് പ്രശ്നമില്ല, വീടില്ലാത്തവരില്ല, എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ. ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റ് മുസ്ലിം സഹോദരന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളം നമ്പർ 1 ആണ്. നമുക്കെല്ലാം ഇവിടെ ഉണ്ട്, നമുക്ക് ഒരു പ്രശ്നവുമില്ല. അൽഹംദുലില്ലാ. സ്വതന്ത്രമായിട്ട് നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും സമാധാനത്തോടെ ഉറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. അന്തരീക്ഷം പോലും, ഗൾഫിൽ പോയവർ എത്രയോ പേര് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. പ്രവാസ ലോകത്ത് പോയാൽ നമുക്കറിയാം, അവിടുത്തെ അന്തരീക്ഷം പോലും 50 ഡിഗ്രിയിലൊക്കെ ചൂടിലുള്ള ജീവിക്കുന്ന ആളുകൾ. അതൊന്നുമല്ല, നമുക്കിവിടെ സുന്ദരമായ, നമുക്ക് AC-യുടെ ആവശ്യം പോലും ഇല്ല. നമുക്കിപ്പോൾ ഇവിടെ AC ഇടേണ്ട ആവശ്യമില്ല. അത്രമേൽ കൂളാക്കിയിട്ട് അള്ളാഹ് തന്നിരിക്കുകയാണ്. അള്ളാഹു നിഅമത്ത് ചെയ്തൊരു സമൂഹമാണ് കേരളം, പ്രത്യേകിച്ച് മലയാളികൾ. അള്ളാഹുവിൻ്റെ നിഅമത്തിലൊക്കെ നിന്ന് നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഗസയെ, ഫലസ്തീനിനെ ഓർക്കാതെ ഒരു ജുമായും ഒരു നിസ്കാരവും ഒരു മണിക്കൂറും കടന്നു പോകരുത്. കാരണം നമ്മൾ ഓരോന്ന് ഭക്ഷണം ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ. ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് വീട്ടിൽ നല്ല ഇറച്ചിക്കറിയും എല്ലാം സെറ്റാക്കി പോന്നിരിക്കുകയാണ് 99% പേരും. അല്ലാത്തവരുണ്ടാവില്ല എന്നുള്ളതാണ്. അതൊക്കെ നല്ല ഭക്ഷണമൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ പട്ടിണി മടന്ന് മരിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. ഇന്ത്യയിൽ തന്നെ, ഇനിയിപ്പോൾ ഗസയിലൊന്നും പോകണ്ട, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജനങ്ങൾ പട്ടിണിക്കാരായിട്ട് മരണപ്പെടുന്ന, പട്ടിണി മരണങ്ങളുള്ള രാജ്യവും ആണ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു കൊളോണിയൽ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നതിലപ്പുറത്തേക്ക് അടിസ്ഥാന വർഗം ഇന്നും പ്രയാസത്തിലാണ്. പൈസ ഇല്ലാത്തവൻ തന്നെയാണ്. ഇന്നും കോടിക്കണക്കിന് ആളുകൾ ഇന്നും പട്ടിണിക്കാരുള്ള രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം. അതൊക്കെ മാറേണ്ടതുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണത്തിലാണ്. ഈ പരീക്ഷണത്തിൽ ജയിക്കുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പലപ്പോഴും തോറ്റുപോകും. 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ തോറ്റവരുണ്ടാവും, +2-ന് തോറ്റവരുണ്ടാവാം, ഡിഗ്രിക്ക് തോറ്റവരുണ്ടാവും. അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. വേറെ പരീക്ഷയിൽ ജയിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പരീക്ഷ, ജീവിതമാകുന്ന പരീക്ഷയിൽ തോറ്റാൽ പിന്നെ ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൻ നബ അമ്മ യതസാഅലൂൻ, അവസാനത്തെ ജുസയിലെ സൂറത്തുൻ നബ, അതിലെ അവസാനത്തെ ആയത്ത് പറയാം, തൂലിയാലൈതനി ഖദ്ദംതു ലി ഹയാതി, എന്നെ ഒരിക്കലൂടെ ഭൂമിയിലെ ദുനിയാവിലെ ജീവിതത്തിൽ കൊണ്ടുപോയി ഞാൻ നന്നാക്കി ജീവിക്കാം, ഞാൻ ഇനി ശരിയാക്കിക്കോളാം, എല്ലാ കാര്യങ്ങളും ശരിയാക്കാം എന്ന് പറയാണ്. ഒരു ചാൻസ് കൂടെ തരാൻ ഒരു ചാൻസ് ഇല്ല. റൂഹ് വരുന്നവരെയുള്ള സമയമുള്ളൂ. കൊച്ചു ജീവിതമാണ്. അതിൽ തന്നെ ആദ്യത്തെ ഒരു 10-25 കൊല്ലം വിദ്യാർത്ഥി, സ്റ്റുഡൻ്റായിട്ട് ഇങ്ങനെ ആ ഒരു ഓളത്തിൽ ജീവിക്കുകയാണ്. പിന്നെയാണ് വിവാഹത്തോടെയാണ് ആളുകൾക്കൊരു കാഴ്ചപ്പാടൊക്കെ വന്ന് പിന്നെയാണ് പടച്ചോൻ ഭാഗത്തേക്കൊക്കെ തിരിഞ്ഞ് നിസ്കരിക്കാനും പടിഞ്ഞാറ്റിലേക്ക് തിരിയാനും ഒക്കെ ഒന്ന് ശ്രമിക്കുന്നത്. പിന്നെയാണ്
പിന്നെ ഒന്ന് ട്രാക്കിലാകുമ്പോഴത്തേക്ക് പിന്നെ ഉത്തരവാദിത്തങ്ങളാണ്. വീടുണ്ടാക്കണം, കുട്ടികളെ നോക്കണം, ആശുപത്രി, തിരക്കുകൾ, മക്കളുടെ വിവാഹം, ജീവിതം തീർന്ന് 2020 അവസാനത്തെ 20 ആകുമ്പോഴത്തേക്കും നമ്മൾ അവസാനിച്ച് ഇവിടുന്ന് പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് മരണം സംഭവിക്കുക. ഒരു ദിവസം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മരണം എപ്പോഴാണ് സംഭവിക്കുക. ആ മരണത്തോടുകൂടി നമ്മളുടെ തിരശ്ശീല വീണു. പിന്നെ നമുക്കൊരു സെക്കൻഡ് അടുത്ത പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ജീവിതം. പക്ഷേ ഈ ആസ്വദിക്കുന്നതിലൊക്കെ അമലായിട്ട് അള്ളാഹു സ്വീകരിക്കാൻ ഞാൻ എന്തുണ്ടാക്കി എന്ന് ഒരു ആത്മവിചാരണ നമ്മൾ നടത്തണം. നമ്മളിപ്പോൾ ഇപ്പോൾ ഗൾഫിലുള്ളവർ, പ്രവാസികൾ നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ഓരോ സാലറി കിട്ടുന്നൊക്കെ അക്കൗണ്ടിലിട്ട് ആ ക്യാഷ് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ട്, നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്, നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ട്. കാരണം അതാണല്ലോ നമ്മുടെ മുന്നോട്ട് പോക്കിന് നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുപോലെ പരലോകത്തേക്ക് ഇനി ഞാൻ എന്ത് സമ്പാദിച്ചു എന്ന് ഓരോരുത്തരും ആത്മവിചാരണ നടത്തപ്പെടേണ്ട സന്ദർഭമാണ് വെള്ളിയാഴ്ചയുടെ ജുമാ. പ്രത്യേകിച്ച് ഈ ഒരു ഉത്ബോധനം നമ്മുടെ മനസ്സിൽ കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തിൽ നാളേക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു. നമ്മൾ നിസ്കരിക്കണതൊക്കെ അള്ളാഹ് സ്വീകരിക്കണ്ടേ? നിസ്കരിക്കുന്ന അള്ളാഹ് സ്വീകരിക്കണ കുറേ നമ്മൾ നിസ്കരിച്ചാൽ മാത്രം പോരാ. അതിൽ ഒന്ന് ഇഖ്ലാസുൻ നിയ്യത്താണ്. നിയ്യത്ത് നന്നാവണം. വേറുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. സൂറത്തുൽ മാഊൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആ സൂറത്തിൽ പറയുന്നില്ല ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഈ ആയത്ത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. ഖുർആനാണ് പറയുന്നത് നിസ്കരിക്കുന്നവർക്ക് നാശം. അവരെങ്ങനത്തെ നിസ്കാരമാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ഒരു ശ്രദ്ധയില്ലാതെ വെറുതെ അങ്ങ് നിസ്കരിക്കുക. സലാം വിട്ടുമ്പോഴാണ് ഭൂമിയിൽ തിരിച്ചു വരുന്നത്, വെറുതെ ആരോ കാണിക്കാൻ വേണ്ടി. അവരുടെ കുറേ പ്രത്യേകതകൾ പറയുന്നുണ്ട്. വാമിനോനൽ മാൻ, ഒരു ഉപകാരം ചെയ്യാത്ത മനുഷ്യനായിരിക്കുന്ന, ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യാത്ത മനുഷ്യനായിരിക്കും. യത്തീമിനെ സഹായിക്കൂല, പാവങ്ങളെ സഹായിക്കൂല, സ്വന്തം വെറും സെൽഫിഷായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരൊന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല. ദുനിയാവിലുള്ള സഹജീവികൾ, സഹപ്രവർത്തകർ, കൂടപ്പിറപ്പുകൾ, കുടുംബക്കാർ, അയൽവാസികൾ, വീട്ടുകാർ, അവരുടെയൊക്കെ ബന്ധങ്ങൾ നന്നാക്കാതെ ഒരുത്തനും അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വരേണ്ടതില്ല എന്ന് തന്നെയാണ് വ്യക്തമായി ഖുർആൻ പറഞ്ഞത്. ഖത്തീബ് പറയണല്ല, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. അപ്പോൾ ഈ നിസ്കാരക്കാരനാകാൻ തന്നെ ചില ക്വാളിഫിക്കേഷൻ വേണ്ടതുണ്ട്. നിസ്കാരം കൊണ്ട് മാത്രമല്ല, നമ്മുടെ അമലുകൾ എന്ന് പറഞ്ഞാൽ കനം തൂങ്ങുന്ന അമലുകൾ ചെയ്യേണ്ടതുണ്ട്. വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല, അങ്ങനെയാണല്ലോ. വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ച് വേണം നമ്മൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ. അപ്പോൾ അത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, ഓരോരുത്തർ സ്വന്തമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക എന്നുള്ള വലിയൊരു ടാസ്ക് ജീവിതം എൻ്റെ റൂഹെത്തുന്നതിന് മുമ്പ് ഞാനത് നേടിയെടുക്കണം. അതിനുള്ള പരിശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹുവേ സർവശക്തനായ നാഥ, നിന്റെ ഇഷ്ടം നേടി മരണപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസിക്കും സാനിയം തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കലൂടെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ അമലുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ചിലരൊക്കെ പറയും നമ്മുടെ മരണശേഷം മറ്റു പലരും നമുക്ക് വേണ്ടി പലതും ചെയ്താൽ അതൊക്കെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കണ്ട, അതൊന്നും പ്രതീക്ഷിക്കണ്ട. ആരും നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടണമെങ്കിൽ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട്. പല രീതിയിൽ നമുക്ക് പല വഴികളിലൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ ശരിയാക്കാം. പക്ഷേ പരലോകത്ത് ഒരു രീതിയിലുള്ള റെക്കമെൻഡേഷൻ ഇല്ല. നമ്മുടെ അമലുണ്ടോ കയറിപ്പോവാം. അമല് എല്ലാം ഉണ്ടായാൽ പോരാ, അമല് ബാത്തുലാകാത്തതാവണം. ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞ്, നമ്മുടെ നിസ്കാരമാവട്ടെ, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇത് അനുഷ്ഠാനങ്ങൾ, അതല്ലാത്ത അമലുകൾ അതൊക്കെ ബാത്തുലാകുന്ന പണി നമ്മൾ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം നാവ് കൊണ്ട് നമ്മൾ പറയുന്ന വർത്താനങ്ങൾ, ഈ നാവ് കൊണ്ടുള്ള തിന്മകൾ, നമ്മൾ നിരന്തരം ഏഷണി, ഗീബത്ത്, മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുക, കുറ്റപ്പെടുത്തി സംസാരിക്കുക, അത് കുട്ടികളാവട്ടെ, കുട്ടികളോട് ചെയ്യുന്നതാവട്ടെ, അതുവരെ മലക്കുകൾ അതൊക്കെ കണക്കിൽ വെക്കും. അള്ളാൻ്റെ അടുക്കൽ അതൊക്കെ കണക്കിൽ പെടുന്നതാണ്. ആ സംസാരങ്ങളൊക്കെ നമ്മുടെ അമല് ബാത്തുലാക്കുന്ന കാര്യങ്ങളാണ്.
അപ്പം അങ്ങനെ ബാത്തിലായി പോകാതെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നല്ല സൽക്കർമ്മങ്ങളുമായി എത്തിച്ചേരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ബോധപൂർവമായ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഭാര്യ ചെയ്തുകൊണ്ട് ഭർത്താവിന് രക്ഷപ്പെടാൻ സാധിക്കില്ല, മക്കൾ ചെയ്തുകൊണ്ട് ബാപ്പ രക്ഷപ്പെടില്ല. നമ്മൾ ചെയ്ത അമലുകൾ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കണം, ഇന്ന് നിസ്കരിച്ചു, അതൊരു അമലാണ്. പക്ഷേ നിസ്കാരത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്താണ് ഇന്ന് നല്ല അമലായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഇന്നമല്ല അമാൽ, നീയത്ത് ശരിയാണോ, ഇൻറ്റൻഷൻ കറക്റ്റ് ആവണം, നമ്മുടെ ഉദ്ദേശം കറക്റ്റ് ആവണം. എന്താണോ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം കറക്റ്റ് ആവാതെ ഒരിക്കലും അള്ളാഹു അത് സ്വീകരിക്കില്ല. അമൽ ചെയ്തപ്പം രാഷ്ട്രീയക്കാരൻ വെള്ളിയും വെള്ളിയിട്ട്, അത് മോശമെന്നല്ല പറയുന്നത്, വെള്ളിയും വെള്ളിയിട്ടിട്ട് തൻ്റെ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ ലക്ഷ്യം പാർട്ടിയായിട്ട് മാറുകയും പാർട്ടി വളരാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതൊരിപ്പോൾ മതസംഘടനകൾക്കും അങ്ങനെ പറ്റാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ, ആ ഓളത്തിൽ നമ്മളിങ്ങനെ പ്രവർത്തിക്കുക എന്നല്ലാതെ അള്ളാഹിലേക്ക് നിയ്യത്ത് ചെയ്യാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്കില്ല. അപ്പോൾ പള്ളി കമ്മിറ്റിയുള്ള ആളുകൾ പള്ളി കമ്മിറ്റിക്ക് വേണ്ടി ആയൊരു പ്രവർത്തനം, പള്ളി കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതെന്തായി, അള്ളാഹ്ക്ക് വേണ്ടി ആവണില്ല. പള്ളി കമ്മിറ്റിയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാൻ ഒരു ദിവസം സമയം മാറ്റി വെക്കുമ്പോൾ, അതിനുവേണ്ടി ഒരു പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ നിയ്യത്ത് അള്ളയാവണം, അള്ളാഹ്. അതിന്ന് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ ബാത്തുലായി. അള്ളാഹുവിന് കർമ്മല്ല അല്ല നോക്കുന്നത്, നിങ്ങൾ എന്ത് അമല് ചെയ്തു എന്നല്ല നോക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നിയ്യത്ത് എന്താണ് എന്നാണ്. നിങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നിയ്യത്ത് എന്താണ് എന്ന് അള്ളാഹു പരിശോധിക്കുന്നത്. ആ പരിശോധന അള്ളാഹു എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. കാരണം ഖൽബ് എന്ന് പറഞ്ഞ ഏറ്റവും ഉള്ളിലുള്ള സുദൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഏറ്റവും മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ അമൽ അത് ശുദ്ധിയാക്കിയിട്ട് വേണം പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല അമല് ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ ദുആ ചെയ്യാനുള്ള മനസ്സ് തരണേ അള്ളാഹുവേ ഞങ്ങളുടെ അമലുകൾ ഏറ്റവും നല്ല നിയ്യത്തോടുകൂടെ നിൻ്റെ വജ്ഹ് മാത്രമാക്കി നിന്നോട് തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ ജീവിതത്തിൽ മുസ്ലിമായി ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ പല നാടുകളിലും ദേശങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും വല്ലാതെ പ്രയാസപ്പെടുന്ന, ഭീഷണി ഭയപ്പെട്ടുകൊണ്ടും ഭക്ഷണമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന, പീഡനങ്ങളുടെ മേലെ പീഡനങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കാക്കണേ നീ കാത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആരും സഹായിക്കാനില്ല അള്ളാഹുവേ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ അവസ്ഥ നീ കാണുന്നുണ്ടല്ലോ ഇത്ര കുഞ്ഞുങ്ങളെയാ കൊന്നു തള്ളിയത്. മനുഷ്യരെക്കാൾ അധപ്പതിച്ച മൃഗങ്ങൾ വരെ നാണിച്ചു പോകുമാറ് ഇത്രമേൽ ക്രൂരത ചെയ്യുന്ന അക്രമികളെ നീ ശിക്ഷിക്കണേ അള്ളാഹു. അവർക്ക് ഏറ്റവും നല്ല കൊടിയ ശിക്ഷ അവർക്ക് കൊടുക്കണേ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവരെ അപമാനിതരാക്കണേ അള്ളാഹുവെ. ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകർക്ക് അള്ളാഹുവെ നീ സഹായം ചെയ്തു കൊടുക്കണേ അള്ളാഹുവെ. ഇസ്ലാമിനെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇതര സമുദായത്തിലെ അംഗങ്ങളെ നീ സഹായിക്കണേ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ ഈ രാജ്യം സ്വതന്ത്ര ഭാരതം അള്ളാഹുവെ ഒരുപാട് നന്മയുള്ള മണ്ണ അള്ളാഹുവെ. ഒരുപാട് വ്യത്യസ്ത വൈവിധ്യങ്ങൾക്കിടയിലും സ്നേഹമുള്ള ഒരുപാട് മനുഷ്യരുള്ള മണ്ണിലാണ് ഞങ്ങളെ നീ ജീവിപ്പിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവെ ഞങ്ങൾ നന്ദിയുള്ളവരാ അള്ളാഹുവെ. ഞങ്ങളെ നന്ദിയുള്ളവരാക്കണേ അള്ളാഹുവെ. ആ നന്ദി കാണിച്ചുകൊണ്ട് കർമ്മനിരതരായി ഹലാലായ രീതിയിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവെ. ഞങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള ഉദ്ദേശങ്ങളെ നന്നാക്കി തരണേ അള്ളാഹുവെ. പരീക്ഷണങ്ങൾ ഒരുപാട് നീ നൽകുന്നു അള്ളാഹുവെ. ഇനിയും പരീക്ഷണങ്ങൾ തരും. പരീക്ഷണങ്ങളിലെല്ലാം നല്ല രീതിയിൽ അതിനെ അതിജയിക്കാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവെ. വഹിക്കാനാവാത്ത പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ രോഗം കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തല്ലേ ശിഫയാക്കുന്നവൻ നീയാ. ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല അള്ളാഹുവെ. മാരകമായ മരുന്നില്ലാത്ത രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അള്ളാഹുവെ. ജീവിതം മരിക്കുന്നത് വരെ കടപ്പിലാകാതെ അന്തസ്സോടെ മുഅ്മിനായിട്ട് മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവെ. ഞങ്ങളുടെ
കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഹിദായത്തിലാക്കണേ അല്ലാ. നിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാക്കണേ അല്ലാ. അള്ളാഹുവെ, കണ്ണുകൊണ്ട് തെറ്റായ ഒന്നും ഞങ്ങളെ കാണിക്കല്ലേ അല്ലാ. അങ്ങനെ കാണുന്ന അവസ്ഥ വന്നാൽ പോലും കണ്ണിനെ മാറ്റാനുള്ള മനസ്സും ഈമാനും തരണേ അല്ലാ. നാവ് കൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക്, കൂടപ്പിറപ്പുകൾക്ക്, ഭാര്യ, സൗജ്, ഇണ, തുണ, ഞങ്ങളുടെ വീട്ടിലുള്ളവർ, ഞങ്ങളുടെ നാട്ടുകാർ, അയൽവാസികൾ ആർക്കും നാവ് കൊണ്ടൊന്നും വരുത്തല്ലേ അല്ലാ. നാവ് കൊണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുത്തല്ലേ അല്ലാ. പറഞ്ഞു പോയത് പുറത്തു തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, റിസ്ഖ് നൽകണേ അല്ലാ. ഹലാലായ സമ്പാദ്യം തരണേ അല്ലാ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ലേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ അജർനാ മിനൻ നാർ. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين.